എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് വാഗേരി സിസിയിൽ പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് ഇന്ന് വൈകുന്നേരം കൂട് സ്ഥാപിച്ചത്. ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവയെത്തിയതോടുകൂടി കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. ജിൻസ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ്, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കടുവാപ്പേടിയിൽ തന്നെയാണ് വയനാട്. ഈ ഒരു ഭീതി വയനാട്ടുകാരെ സംബന്ധിച്ച് ഒഴിയുന്നില്ല എന്നത് ഏറെ ആശങ്കയാണ്. നാട്ടുകാരുടെ ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അത്രമാത്രം ഒരു മനുഷ്യജീവൻ അടക്കം കഴിഞ്ഞയാഴ്ച കടുവ എടുത്തത് നമ്മളൊക്കെ വേദനിപ്പിച്ചതാണ്. വീണ്ടും ഒരു കടുവയുടെ ഒരു സാന്നിധ്യം അവിടെ അറിയുകയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? എന്താണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്? ഭവ്യ വാഗേരി കൂടല്ലൂരിൽ ക്ഷീരകർഷകനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഈ മേഖലയിൽ വലിയ ഭീതിയിലാണ് നിലവിൽ കഴിയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ കർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടി തൃശ്ശൂരിലെ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റിയത്. ഇതോടെ ആശ്വാസമായെന്ന ധാരണയിലായിരുന്നു നിലവിൽ നാട്ടുകാർ. വീണ്ടും ഈ കടുവയെ എത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെ മേഖലയിലാകെ വലിയ ഭീതിയിലാണ്. ഈ വാഗേരിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം 24-നാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായം വരുന്ന ഈ പശുക്കിടാവിനെ കടുവ ഭക്ഷിച്ചത്. ഇതോടെ മേഖലയിൽ വലിയ ഭീതിയിലായിരുന്നു. ഈ കടുവ വീണ്ടും എത്തിയതോടെ ആണ് നിലവിൽ ഭീതി വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവ എത്തുമോ തിരിച്ചു വരുമോ എന്നുള്ള ഒരു നിഗമനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ക്യാമറകൾ ഏകദേശം 10ഓളം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത്. ഇതോടെയാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും 3 ദിവസത്തിനകം ഈ കടുവ കുടുങ്ങുമെന്ന അനുമാനത്തിലാണ് വനംവകുപ്പിന്റെ കണക്കൂട്ടൽ. എന്തായാലും മേഖലയിലാകെ ഭീതിയിലാണ്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടികൂടണമെന്നും ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജിൻസ, ഈ കടുവയെ കണ്ടത് ജനവാസ മേഖല തന്നെയാണല്ലോ അല്ലെ? തീർച്ചയായും ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ ഒരു തോട്ടം മേഖല കൂടിയാണ്. ഇവിടെ നിരവധി എസ്റ്റേറ്റുകളുണ്ട്. ഇവിടെയുള്ളവരെല്ലാം തന്നെ കാപ്പി പറിക്കുന്ന ഒരു സീസൺ കൂടിയാണ്. ഇവരെല്ലാവരും വലിയ ഭീതിയിലാണ്. അത് കൂടാതെ തന്നെ ക്ഷീരകർഷകരും ഏറെയുണ്ട്. രാവിലെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഭൂയ തീർച്ചയായും അന്നന്നത്തെ ആഹാരം കണ്ടെത്താൻ അന്നന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൃത്യമായി ജോലിക്ക് പോയാൽ മാത്രമേ അവരുടെ കുടുംബം കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു കടുവാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കാനുള്ളൊരു സാഹചര്യമായിരിക്കും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച്. നമുക്കത് മനസ്സിലാക്കാം. എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? ഈ കൂട് സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതിന് എത്രമാത്രം അത് ഫലപ്രദമാകും? എന്താണ് ഈ അധികൃതരൊക്കെ പറയുന്നത്? നിലവിൽ ഈ കടുവ ആക്രമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഈ ആക്രമണത്തിനിരയായ ഈ പശു ആണെങ്കിലും ആളാണെങ്കിലും അതിനെ തിരിച്ച് രണ്ടാമത് ഭക്ഷിക്കാൻ വരുമെന്നൊരു കണക്കൂട്ടലുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ഇവിടെ വനംവകുപ്പ് ഈ കൂടുകൂട്ടിയത്. എന്തായാലും ഈ മേഖലയിൽ കടുവ വിട്ടുപോയിട്ടില്ല എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. പല ഭാഗങ്ങളിലും ഈ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഈ കടുവ കുടുങ്ങും എന്നുള്ള ഒരു അനുമാനത്തിന്റെയാണ് ഇപ്പോൾ വനംവകുപ്പും ഉള്ളത്. ബോബിയ, കഴിഞ്ഞ പ്രജീഷ് എന്ന ക്ഷീരകർഷകനെ കടുവ കടിച്ചു കൊന്നത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അതിനുശേഷമാണ് വീണ്ടും കടുവ വയനാട്ടിൽ ഇറങ്ങിയത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ഭീതിയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമായിരിക്കും. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? കാരണം ഇതിനു മുൻപ് അവിടെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കടുവയെ പിടിച്ചതിന് ശേഷവും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം മേഖലയിൽ ഉണ്ടോ ജിൻസ്? നിലവിൽ പ്രതിഷേധമൊന്നുമില്ല. ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചതോടെ ജനങ്ങളെല്ലാവരും ആശങ്ക അകറ്റാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. ഈ കഴിഞ്ഞ 1 വർഷം മുൻപേ ഈ പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇവിടെ കൂടുവെക്കുകയും ഒരു പെൺകടുവയെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ ഈ കടുവയെ പിടികൂടിയാൽ ഈ ബത്തേരിയിലെ നിലവിലെ കുപ്പാടിയിലുള്ള ഈ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ നിലവിൽ 7 കടുവകളാണുള്ളത്.
ഈ കടുവയെ എവിടെ പാർപ്പിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നിലവിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങളും ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ഷീര കർഷകരാണ്. സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഭവ്യ, തീർച്ചയായും ജിൻസാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.